ഗീത മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ നിന്നെ തല്ലിയോ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് രണ്ട് പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാം ഏർപ്പാടാക്കിയാണ് വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പിങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല. ഞാൻ അത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും CM നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, എടാ വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി CM നെ അറിയിക്കാൻ പോന്നു. എടോ, CM നെ താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നതല്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മി ഡാഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി ഓടിച്ചേക്കാം. പോരെ? ആഹാ, സഞ്ജീവനെത്തി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടെ ഇറങ്ങാൻ